ഇപ്പം മലപ്പുറത്തുകാർ മൊത്തം ചെന്നിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് വെച്ചൊരു ഒരു കളി നടന്നപ്പോൾ അവിടെയുള്ളൊരു എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ വിട്ടു തന്നു. മലപ്പുറത്തുള്ള ചങ്ങാതിമാർ മൊത്തം പോയിട്ട് ഈ എന്തോ ഒരു വയലറ്റ് കളറിലുള്ള ടീഷർട്ട് ഇട്ട് ഈ ഗാലറിയിൽ നിന്നിങ്ങനെ തുള്ളാണ്. എന്ത് തുള്ളൽ! ചെറിയ മക്കളെ കൊണ്ടുപോയിരിക്കണം. എന്നിട്ട് അവരെ തോളിൽ വെച്ചിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. പെരും മഴ ചെയ്തു. ആ മഴയൊന്നൊരു വിഷയമല്ല, ഒരു തുള്ളന്നെ. എന്നിട്ട് ഈ എറണാകുളത്തുള്ള ചെറുപ്പക്കാരൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? എറണാകുളം മലപ്പുറമുള്ള കളിയാണ് ഇവിടെ നടന്നത്, ഞങ്ങളെ നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല തോന്നുന്നു. ഗാലറിയിൽ ഫുള്ള് മലപ്പുറത്തുകാരായിരുന്നു. അവരെ ഫുട്ബോൾ ടീം 4 ഗോൾ അടിച്ചോല്ലോ. അപ്പോൾ ഒരു റായത്താവും ചെയ്തു. മഴ ഉണ്ടതും കൂക്കിയതും വിളിച്ചതും പൈസ ചെലവാക്കി അങ്ങോട്ട് പോയതും. പ്രശ്നം അതല്ലല്ലോ. ഈ പരിപാടി തുടങ്ങുന്നത് 6 മണിക്കെങ്ങാണ്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത്. പിന്നെ അവസാനിച്ച് കഴിഞ്ഞ് അവരൊക്കെ പിരിഞ്ഞു പോകുമ്പോഴത്തേന് 8-9 മണിയാവും. ആ വേദിയിലുള്ള ഒരൊറ്റയാളുള്ള മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല. ഇത് നമ്മളെന്താ ചെയ്യുക? പ്രസംഗത്തിന് വരണ്ട, പന്തളി ഉണ്ട് എന്നും പറഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കരിക്കാതെ മുഴുവൻ ആളുകളും നിസ്കാരം കളാക്കണേന് എന്താണ് പറയാൻ? അത് ഇവിടെ മാത്രമൊന്നുമല്ല, കൊച്ചിക്ക് പോയിട്ട് മാത്രമൊന്നുമല്ല. നമ്മുടെ മലപ്പുറം ടൗണിലെ കോട്ടപ്പടി മൈതാനത്തിൽ ഇതേപോലൊരു കളി നടന്നപ്പോൾ അന്ന് മഗ്‌രിബ് വാങ്ങിക്കൊടുക്കുന്നത് 6:30 മണിക്കാണ്. ആ പരിപാടി തുടങ്ങിയത് 6-നായിരുന്നു. എന്നിട്ട് സാധാരണയുള്ള ടൈം കഴിഞ്ഞിട്ട് ആരും ജയിച്ചില്ലല്ലോ. എന്നിട്ട് പിന്നെ 30 മിനിറ്റ് ഏറെ കൊടുത്തു, അതിലും ആരും ജയിച്ചില്ല. പിന്നെ വേറെന്തൊക്കെ കാണിച്ചാണ് മലപ്പുറത്തേക്ക് കപ്പ് കിട്ടിയത്. അൽഹംദുലില്ലാഹ് ഖൈർ കിട്ടിയാലോ, അല്ലേ? കിട്ടിയാലോ. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞവരൊക്കെ പാടെ പിരിഞ്ഞു പോയപ്പോഴേക്കും 9 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണ് ഇതിന് പറയേണ്ടത്? 20,000 ആളാണത്ര ആ സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ ഇരുന്നാൽ ഉൾക്കൊള്ളാൻ പറ്റുക. പക്ഷെ അന്ന് 25,000 ആളുകൾ വന്നു എന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. എന്നിട്ട് അവർ ഈ കളിക്കാരെ ഓടാട്ട ലൈനിൻ്റെ അതുവരെ ആളുകൾ കാണാനിരുന്നു. എന്ത് ഖിലാസല്ലേ! ഒരു 25,000 ആളുകളിൽ ന്യായമായും നമുക്ക് സംശയിക്കാം 22,000-ലേറെ ആളുകളെങ്കിലും മുസ്ലിങ്ങളാണ് മലപ്പുറം ടൗണിൽ നടക്കുന്ന പരിപാടിയിൽ. ആ ഒരൊറ്റയാള് പോലും അന്നത്തെ മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ലെന്ന് വരുമ്പോൾ അദാബ് SIR-ൻ്റെ പേരിൽ വന്നില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. എത്ര പള്ളിൻ്റെ അവിടെ? കോട്ടയത്താണോ ഇത്? പത്തനംതിട്ടയിലാണോ? തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള പള്ളിയുണ്ട്. കുറച്ചിപ്പുറത്ത് പോയാൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഖലീൽ തങ്ങൾ പാപ്പുണ്ടാക്കിയ 3-4 നിലയുള്ള പെരും പള്ളിയുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കോട്ടപ്പടി തിരുറോട്ടിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ വലിയ 2 പള്ളിയുണ്ട്. 2 മഴത്തിൻ്റെ കീഴിലുള്ള 2 പള്ളികൾ, ദർസൊക്കെ ഉള്ള നല്ല മനോഹരമായ പള്ളികൾ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാൽ പള്ളികൾ, ചെറിയ ചെറിയ പള്ളികൾ വേറെ. ഇത്രക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് 22,000-ലധികം മുഅ്മിനീങ്ങൾ നിസ്കാരം ഖളാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് എത്രമേൽ ദീനിനോട് വിപ്രതിപത്തി കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവരൊരു തിരുത്തു കൊടുക്കാൻ ആചാര്യക്ക് പറ്റണില്ലെങ്കിൽ വാപ്പാന്ന് പറഞ്ഞ് മൂപ്പരും നടക്കണേന് പിന്നെ എന്താ അർത്ഥമായിരിക്കും? ആളെല്ലാ വക്തിനും പള്ളിക്കെത്തും. പക്ഷെ മക്കൾ പള്ളിയിൽ നടക്കുന്ന ഒരു പരിപാടിയിലും വരൂല. അതൊക്കെ പുതിയ കാലല്ലേ എന്ന് പറഞ്ഞ് സഹകരിച്ചു കൊടുക്കില്ല നമ്മൾ. ഇൽമിൻ്റെ കുറവുകൊണ്ടാണ്, ആഖിറത്തിനെ കുറിച്ചുള്ള ബോധത്തിൻ്റെ കുറവുകൊണ്ടാണ്.